അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും നിറഞ്ഞ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് ഞാൻ ഒരു വാനില ക്രീം കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബേക്കിംഗ് ടിന്നൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഒരു കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് 250 ml ആണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതൊരു 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറിയ ശേഷം മാത്രം നമുക്ക് കേക്കൊക്കെ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി ഒരു പെയിൽ യെല്ലോ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി 1 മിനിറ്റ് കൂടി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ മുട്ടയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് ഇത് കവർ ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചൂടാവട്ടെ. നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ബേക്കിംഗ് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് വെരി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് ബേക്കായി കിട്ടും. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഏറ്റവും ലോ സ്പീഡിൽ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. ക്രീമൊക്കെ ഇവിടെ നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ബേക്കായി അതിൻ്റെ ചൂടൊക്കെ ആറി വന്നവരെ ഞാനിതൊരു ക്ലിങ് ഫിലിമിൽ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. എന്നിട്ട് കേക്കൊക്കെ ചൂടാറിയതിന് ശേഷം ഞാനിത് ഒന്നും കൂടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഐസിങ് ചെയ്യണത്. ഇപ്പോൾ ഇതാ കേക്കൊക്കെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് പുറത്തെടുക്കാം. ഇത് 2 ലെയറായിട്ട് ഞാൻ കേക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഞാൻ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് സമയം തിളപ്പിക്കണ്ട. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ക്രീം ആക്കി കൊടുക്കുകയാണ്. കേക്കിന് ഐസിങ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിൻ്റെതായ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ലെയർ ക്രീം ആക്കിയതിന് ശേഷം രണ്ടാമത്തെ ലെയർ കൂടി വച്ചു കൊടുക്കാം. ഇത് മുകളിലത്തെ ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നിന്ന് കുറച്ച് ഭാഗം വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാൻ കട്ടൊന്നും ചെയ്തിട്ടില്ല. മുകളിൽ വീണ്ടും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 15 to 20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കുറച്ച് ക്രീം എടുത്ത് അതിലേക്ക് ഞാൻ ബ്ലൂ ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുക്കാം. അതിലേക്ക് വീണ്ടും അടുത്ത ലെയർ ക്രീമും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഞാൻ ഇതേപോലെ ചെറിയൊരു ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് പെർഫെക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നല്ല ടേസ്റ്റുള്ള കേക്ക് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും വൺസ് അഗെയിൻ എ വെരി ഹാപ്പി ന്യൂ ഇയർ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.